അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. IEMS വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ട്രസ്റ്റബിൾ ആയിട്ടുള്ള വെബ്സൈറ്റ് ഏതാണ്, അല്ലെങ്കിൽ ഞാൻ IEMS വാങ്ങിക്കുന്നത് ഏത് വെബ്സൈറ്റിൽ നിന്നൊക്കെ ചോദിച്ചിട്ട്, ഞാൻ വേറെ കുറേ വെബ്സൈറ്റിൽ നിന്ന് ഞാനിങ്ങനെ IEMS വാങ്ങിക്കാറില്ല. കൺസെപ്റ്റ് കാർട്ടിൽ നിന്ന് വാങ്ങിക്കും, ഹെഡ്ഫോൺ സോണിൽ നിന്ന് വാങ്ങിക്കും. അപ്പോൾ ഈ 2 വെബ്സൈറ്റ് മാത്രമാണ് ഞാൻ IEMS പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഓഡിയോ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ എനിക്കൊന്ന് ഒരു വട്ടം എന്തോ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുള്ളതല്ലാതെ അങ്ങനെ വലിയ പർച്ചേസ് ഒന്നും അതിൻ്റെ അകത്ത് ഞാൻ ഇതുവരെ നടത്തിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ വെബ്സൈറ്റ്സിൽ നിന്നൊക്കെയുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിലകത്ത് പറയാൻ പോകുന്നത്. ഞാൻ ഈ വെബ്സൈറ്റ്സിൽ നിന്നൊക്കെ എനിക്ക് വേണ്ടിയിട്ടും അതുപോലെ ഫ്രണ്ട്സിനും കോവർക്കേഴ്സിനും വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ഞാൻ പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്, പലവട്ടമായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഹെഡ്ഫോൺ സോണിനെ പറ്റിയിട്ട് പറയാം. ഹെഡ്ഫോൺ സോൺ എന്നാണ് ഞാൻ കൂടുതൽ പർച്ചേസ് ചെയ്തേക്കുന്ന ഒരു വെബ്സൈറ്റ് ഹെഡ്ഫോൺ സോണാണ്. അപ്പോൾ ഹെഡ്ഫോൺ സോണിൻ്റെ അകത്ത് നിന്ന് കൂടുതലും സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടുള്ള പ്രധാന കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ കസ്റ്റമർ സപ്പോർട്ട്, കസ്റ്റമർ സർവീസ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ്. എനിക്ക് പേഴ്സണലി ഇതുവരെ അതിൽ നിന്നൊരു ഡാർക്കായിട്ടുള്ളൊരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ പല വെബ്സൈറ്റ്സിലും ഇങ്ങനെ യൂട്യൂബ് വീഡിയോസിലൊക്കെ ഹെഡ്ഫോൺ സോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നും അവരുടെ കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട്, അതായത് റിവ്യൂ എഴുതിയേക്കുന്നിടത്തൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസ് ഒക്കെ അവിടെയായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ ഒരു പേഴ്സണലി അങ്ങനെ ഒരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. 2-3 വട്ടം ഞാനിങ്ങനെ വാറണ്ടിക്ക് അയക്കേണ്ട ആവശ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്കിതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എനിക്കതിന് പേഴ്സണലി ഒരു സംഭവം ഉണ്ടാകാത്തതുകൊണ്ട് എനിക്കിങ്ങനെ ഒരു കുറ്റം പറയാനായിട്ടും തോന്നുന്നില്ല. ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ബട്ട് എനിക്കിതൊരു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ഇവരുടെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, അപ്പോൾ ഇവരുടെ ഒരു പാക്കിങ്ങിൽ തന്നെ നമുക്ക് ഇവരുടെ ആ ഒരു സംഭവം നമുക്ക് മനസ്സിലാവും. അതായത് ഒരു താങ്ക്സ് കാർഡ് ഉണ്ടായിരിക്കും. പിന്നെ ഇപ്പോൾ അതിൽ നിന്ന് പർച്ചേസ് ചെയ്തേക്കുന്ന ആൾക്കാർക്ക് അറിയാം, നമ്മളൊരു പ്രൊഡക്റ്റ് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോഴത്തേക്കും ആ പ്രൊഡക്റ്റ് പാക്ക് ചെയ്തത് ഇങ്ങനെ ആയിരിക്കും. ഒരു കുറച്ച് പ്ലേലിസ്റ്റുകളൊക്കെ ഉണ്ടായിരിക്കും ഒരു കാർഡിൽ. പിന്നെ ഒരു താങ്ക്സ് കാർഡൊക്കെ എഴുതിയിട്ട് അങ്ങനെ ആയിരിക്കും. ഒരു ചെറിയൊരു അഡീഷനാണ്. പക്ഷേ ആ ഒരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യുന്ന ഒരാൾക്ക് ഇങ്ങനത്തെ ചെറിയ അഡീഷൻസ് കാണുമ്പോഴത്തേക്കും ഒരു സം കൈൻഡ് ഓഫ് ഫീൽ കിട്ടും, ഒരു അൺബോക്സിങ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയൂലേ. അപ്പോൾ അത് അടിപൊളിയാണ്. പിന്നെ ഇവരുടെ ഒരു കാര്യം പറഞ്ഞല്ലോ, ഇവർ നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും വർക്കിംഗ് ടൈമിൽ വിളിച്ചിട്ട് നമുക്ക് ഇവർക്കൊരു ഹെഡ്ഫോൺ ഗുരു എന്നൊക്കെ പറഞ്ഞിട്ടൊരു സെപ്പറേറ്റ് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്നതാണ് ടേസ്റ്റ് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ അതിനനുസരിച്ച് നമുക്ക് ഹെഡ്ഫോൺസ് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെ നമുക്ക് എൻക്വയറി ചെയ്യാനായിട്ടൊക്കെ നമുക്ക് വിളിച്ച് തന്നെ നമുക്ക് എൻക്വയറി ചെയ്യാം. അതിനൊക്കെയുള്ള എല്ലാ കസ്റ്റമർ സപ്പോർട്ടുകളും അവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് 2-3 വട്ടം വാറണ്ടി ക്ലെയിം ചെയ്യേണ്ട അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് അവരധികം ഡിലേ ഒന്നും വരുത്താതെ നമ്മളങ്ങോട്ട് അയച്ചു കൊടുക്കണം, അത് മാത്രമേ വരുള്ളൂ. അപ്പോൾ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പറായിട്ട് തന്നെ എനിക്ക് സർവീസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഈവൻ ഒരു വട്ടം ഞാനൊരു പ്രൊഡക്റ്റ്, അത് എനിക്കൊന്ന് ഒരു 6-7 മാസമായപ്പോഴത്തേക്കും വാറണ്ടി വന്ന പ്രൊഡക്റ്റാണ്. അതിന് അത്യാവശ്യം വിയർ ആൻഡ് ടിയറും ഒക്കെ ഉണ്ടായിരുന്നു. ആ സാധനം അവർ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവരെനിക്ക് ഒരു പുതിയ പ്രൊഡക്റ്റ് തന്നെ തിരിച്ചയച്ചു തന്നു. അതിന് മുമ്പ് കേബിൾസിനൊക്കെ കംപ്ലൈൻറ്റ് വന്നിട്ട് കേബിൾ റീപ്ലേസ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇത് ഒരു ഹോൾ പ്രൊഡക്റ്റ് തന്നെ റീപ്ലേസ് ചെയ്ത് തന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു പ്രത്യേക ഒരു സംഭവം ഉണ്ടാവുമല്ലോ, ഒരു ട്രസ്റ്റ് ബിൽഡപ്പ് ആവുമല്ലോ. പിന്നെ ഇവരുടെ പ്രൈസാണ് കുറച്ച് ശോകം. ബാക്കിയുള്ള വെബ്സൈറ്റ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല പ്രൈസി ആയിട്ടാണ് ഇവർ പ്രൊഡക്റ്റ്. കുറച്ചൊരു പ്രൈസ് കൂടുതലായിരിക്കും കൺസെപ്റ്റ് കാർഡിന് വെച്ച് നോക്കുമ്പോഴത്തേക്കും. ഒരു ഫെയർ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 100-200 രൂപയുടെ ഒക്കെ വ്യത്യാസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ഞാൻ കെയർ ചെയ്യാറില്ല. ഓക്കെ, ഹെഡ്ഫോൺ സോണിൽ നിന്ന് തന്നെ വാങ്ങിക്കാം എന്നുള്ളൊരു ഡിസിഷൻ എടുത്ത് അതിൽ നിന്ന് തന്നെ അങ്ങോട്ട് വാങ്ങിക്കും. കാരണം ഈ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്തായാലും സർവീസ് ചെയ്ത് കിട്ടുമല്ലോ എന്നുള്ളൊരു ഇത് കൊണ്ടിട്ട്. ഓക്കെ, പിന്നെയുള്ള വെബ്സൈറ്റ് കൺസെപ്റ്റ് കാർട്ടാണ്. കൺസെപ്റ്റ് കാർട്ടിൽ നിന്ന് ഞാൻ കുറേയേറെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇത് പലരും എന്നോട് ഇങ്ങനെ ഒരു ഫേക്ക് വെബ്സൈറ്റാണ്, കാരണം ഇതിൻ്റെ ഒരു ലുക്കും ഒരു ചാത്തൻ മട്ടക്കയാണ്. അപ്പോൾ അത് കണ്ട് പലരും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ചാത്തൻ ഒരു ചാത്തൻ ലുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെ ഒരു ഫേക്ക് വെബ്സൈറ്റ് ഒന്നും അല്ല. വെബ്സൈറ്റ് ലെജിറ്റാണ്, പക്ഷേ കുറച്ചൊരു ഫ്ലോസ് ഉണ്ട്, കുറച്ച് കുഴപ്പങ്ങളുണ്ട്. അത് ഞാൻ അവസരം പറഞ്ഞുതരാം. ഈ കൺസെപ്റ്റ് കാർട്ടിൻ്റെ നല്ല കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസാണ്. അത്യാവശ്യം നല്ല വിലക്കുറവിൽ നമുക്ക് അതിൻ്റെ അകത്ത് സാധനങ്ങൾ കിട്ടും. IEMS മാത്രമല്ല, ഡാക്ക്, ഇതെല്ലാം ബാക്കിയുള്ള വെബ്സൈറ്റ് വെച്ച് നോക്കുമ്പോൾ എപ്പോഴും വിലക്കുറവ് കൺസെപ്റ്റ് കാർഡിൻ്റെ അകത്തായിരിക്കും. അതുപോലെ IEMS, അതുപോലെ ഡാക്കിൻ്റെയും ഈ ഓഡിയോ എക്യുപ്മെൻറ്റ്സ് മിക്കതിൻ്റെ കുറേ കളക്ഷൻസ് അതിൻ്റെ അകത്തുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ ഒരു പാക്കിംഗ് ഉണ്ടല്ലോ, പാക്കിംഗ് എന്ന് വെച്ചാൽ നോർമൽ ഒരു പാക്കിംഗ് ആണ്, ബട്ട് സേഫ് ആയിട്ടൊക്കെ തന്നെയാണ് പാക്ക് ചെയ്ത് വരുന്നത്. ഫ്ലിപ്കാർട്ട്, ആമസോണിൻ്റെ ഒക്കെ അവർ വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല പാക്കിങ്ങിലാണ് സാധനം വരുന്നത്. പക്ഷേ മറ്റേതുപോലത്തെ ഒരു അൺബോക്സിങ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് അഡീഷൻസ് ഒന്നും ഇവിടെ ഉണ്ടാകാറില്ല. ബട്ട് കൺസെപ്റ്റ് കാർഡിൻ്റെ ഒരു നല്ല കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ചില നല്ല ഒട്ടുമിക്ക എല്ലാ പ്രൊഡക്ട്സിനും എനിക്ക് തോന്നുന്നു ഒരു 1000-ന് മേലുള്ള പ്രൊഡക്ട്സ് ആണെന്ന് തോന്നുന്നു. എല്ലാത്തിൻ്റെയും കൂടുതലൊരു ഹെഡ്ഫോൺ ക്യാരി കേസ് തരാറുണ്ട്. അതിപ്പോഴുണ്ടെന്നാണ് എനിക്ക് വിശ്വാസം. എന്നാലും ഒട്ടുമിക്ക പ്രൊഡക്റ്റിൻ്റെയും കൂടുതൽ നമുക്ക് ഇവരുടെ ഒരു കേസ് നമുക്ക് കിട്ടും. ചുമ്മാ ഒരു പേരിന് തരുന്നൊരു കേസ് അല്ല, അത്യാവശ്യം നല്ല യൂസബിൾ ആയിട്ടുള്ളൊരു കേസ് തന്നെയാണ് തരുന്നത്. പിന്നെ വെബ്സൈറ്റിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹെഡ്ഫോൺസ് ഫോണിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും അത്ര രസമുള്ളൊരു വെബ്സൈറ്റ് അല്ല. ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഫോർ ദ പ്രൈസ് ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ നേരത്തെ ആദ്യം പറഞ്ഞ ഒരു ഫ്ലോസ് ഉണ്ട്, ഒരു കുഴപ്പം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ കസ്റ്റമർ സപ്പോർട്ടാണ്. ഇവരുടെ കസ്റ്റമർ സപ്പോർട്ട് ഞാൻ ഇതുവരെ വാങ്ങിച്ചേക്കുന്ന പ്രൊഡക്റ്റ് ഒന്നും അങ്ങനെ വാറണ്ടി ക്ലെയിം ചെയ്യേണ്ടി ഇതുവരെ വന്നിട്ടില്ല.
പക്ഷേ ഒരു വട്ടം വാറണ്ടി ക്ലെയിം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. വാറണ്ടി ക്ലെയിം ചെയ്യാൻ കോൺടാക്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, പക്ഷേ അതിനും വാറണ്ടി വേണ്ടി വന്നില്ല. ഇതെന്താ പ്രശ്നമെന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് അവരെ കോൺടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി അവരെ കോൺടാക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ കോൺടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് ഇവരുടെ വെബ്സൈറ്റിൽ ഒരു നമ്പറായിട്ടൊന്നുമില്ല, ഒരു വാട്സപ്പിൽ ഒരു അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു നമ്പർ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് വാട്സപ്പിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ 1-2 ദിവസം കഴിയുമ്പോഴത്തേക്ക് റിപ്ലൈ വരും. ആ റിപ്ലൈ കണ്ട് നമ്മൾ അടുത്ത റിപ്ലൈ അയച്ചിട്ട് അങ്ങനെ ദിവസങ്ങൾ പിടിച്ചുള്ള റിപ്ലൈസ് ആണ് നമുക്ക് കിട്ടുന്നത്. എങ്ങാനും ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിപ്ലൈ കിട്ടിയേക്കാം. അപ്പോൾ ഞാൻ ഒരു സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സ്വഭാവം മനസ്സിലാവും. ഒരു വട്ടം എനിക്കിങ്ങനെ ഇവർ അയക്കുന്ന അപ്പം തന്നെ തിരിച്ചയക്കാൻ പറ്റി. അങ്ങനെ കോൺടാക്ട് ചെയ്തല്ലാണ്ട് ഇതിന് മുമ്പ് ഞാൻ മെസ്സേജ് അയച്ചിട്ട് ഇവർ കാണുന്നില്ല. ഇവർക്ക് എത്ര മെസ്സേജ് അയച്ചിട്ട് ഇവർ കാണുന്നില്ല. അങ്ങനത്തെ ഒരു അനുഭവം ഈ കൺസെപ്റ്റ് കാർട്ടിൽ നിന്നുണ്ട്. അത് ഇതിന് മാത്രമല്ല, ഇതുപോലെ ഒരു പ്രൊഡക്റ്റ് വേറൊരു പ്രശ്നമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതൊന്നും പറയാം. ആ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ മാത്രം കുഴപ്പമല്ല, അത് എനിക്ക് മാത്രം വരുന്നൊരു പ്രശ്നമാണ്. കാരണം ഇവർ സംഭവങ്ങളെല്ലാം അയക്കുന്ന ബ്ലൂ ഡാർട്ട് വഴിയാണ്. അപ്പോൾ ഈ ബ്ലൂ ഡാർട്ടും വീട്ടിലേക്കൊന്നും എൻ്റെ വീട്ടിലേക്ക് ഈ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് തരാറില്ല. ബ്ലൂ ഡാർട്ടിൻ്റെ അവരുടെ വെയർ ഹൗസിൽ പോയിട്ട് സാധനങ്ങൾ എടുക്കണം. അപ്പോൾ അതാണ് ബ്ലൂ ഡാർട്ടിൻ്റെ വിഷയം. ഞാൻ കൺസെപ്റ്റ് കാർട്ടാണെങ്കിൽ ബ്ലൂ ഡാർട്ട് വഴി അയക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഞാൻ വായിക്കുന്ന സമയത്ത് ഞാൻ കൺസെപ്റ്റ് കാർട്ടിലേക്ക് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നോട്ടായിട്ട് കൊടുക്കാൻ പറ്റുമല്ലോ എന്തെങ്കിലും. അപ്പോൾ ഈ നോട്ടായിട്ട് ഞാൻ എഴുതി കൊടുക്കും, ബ്ലൂ ഡാർട്ട് വഴി അയക്കരുത്. ഇവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കും, ബ്ലൂ ഡാർട്ട് വഴി ഈ ഓർഡർ അയക്കരുത്, പക്ഷേ അവർ ബ്ലൂ ഡാർട്ട് വഴി അയച്ചു തരുള്ളൂ. അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് പലവട്ടമായിട്ട് ഈ വരുന്ന പ്രൊഡക്റ്റെല്ലാം ഞാൻ അവിടെ പോയി പിക്കപ്പ് ചെയ്യണം. അപ്പോൾ അത് എൻ്റെ ഒരു മാത്രം ഒരു പ്രശ്നമാണ്. പക്ഷേ കൺസെപ്റ്റ് കാർഡിന് വേറൊരു കൊറിയർ വെച്ചിട്ട് നമുക്ക് അത് അയക്കാൻ പറ്റും, പക്ഷേ അത് അവരങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്താൽ ഇവരെ കിട്ടാറില്ല. അപ്പോൾ ഈ കസ്റ്റമർ സർവീസിൻ്റെ ഈ ഒരു ശോകാവസ്ഥ ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൺസെപ്റ്റ് കാർഡ് ഈസ് ഗുഡ്. അപ്പോൾ ഇതാണ് കൺസെപ്റ്റ് കാർഡിൻ്റെ പ്രശ്നം. ഒരു കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് അത്ര അടിപൊളിയല്ല, പക്ഷേ പ്രൊഡക്റ്റിനൊക്കെ വിലക്കുറവുണ്ട്. പ്രൊഡക്റ്റൊക്കെ വാങ്ങിച്ചതിന് എന്തെങ്കിലും വീട്ടിൽ വരുമൊക്കെ ചെയ്യും, പേടിക്കണ്ട. എനിക്ക് വീട്ടിൽ വരില്ല, പക്ഷേ നിങ്ങൾക്ക് വന്നേക്കാം ബ്ലൂ ഡാർട്ട് വീട്ടിൽ കൊണ്ടുവരികയെന്നുണ്ടെങ്കിൽ. പിന്നെ ഓഡിയോ സ്റ്റോറി ഞാൻ നേരത്തെ പറഞ്ഞു. ഓഡിയോ സ്റ്റോറി ഞാൻ ഒരു വട്ടം എന്തൊരു കേബിൾ വാങ്ങിച്ചാണ്. അത് എനിക്ക് വേണ്ടി വാങ്ങിച്ചതല്ല, അത് വേറെ ആൾക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. സാധനം വീട്ടിൽ വന്ന് കേട്ടോ. പിന്നെ കസ്റ്റമർ സപ്പോർട്ടിൻ്റെ കാര്യമൊന്നും എനിക്കറിയാൻ പാടില്ല. ഒരു വട്ടം അതിൽ നിന്ന് ഒരു ഡാക്ക് ഇതുപോലെ ബൾക്കിൽ എടുക്കണം വേണ്ടിയിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തതല്ലാതെ സർവീസിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കോൺടാക്ട് ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ഓഡിയോ സ്റ്റോറുമായിട്ട് എനിക്ക് അങ്ങനെ വലിയ പരിചയങ്ങളൊന്നും ഇല്ല. ആകെപ്പാടെ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുള്ളതാണ്. അതെന്തായാലും സാധനം വീട്ടിൽ വന്നിട്ടുണ്ട്. എന്തായാലും അതിൽ നിന്ന് വാങ്ങിച്ചാലും വീട്ടിൽ വരും എന്നുള്ള കാര്യം ഉറപ്പായല്ലോ. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാൻ പറ്റില്ല. പുറത്തുനിന്ന്, അതായത് ഇന്ത്യക്ക് പുറത്തുള്ള വേറെ വെബ്സൈറ്റ്സിൽ നിന്നൊക്കെ ലിൻസോളിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് അതിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ടുള്ളൊരു ധൈര്യമില്ല. അതുകൊണ്ട് ഇതുവരെ അങ്ങനെ വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല. ലിൻസോൾ മാത്രമല്ല, വേറെ കുറച്ച് ചൈനീസ് വെബ്സൈറ്റ്സും അങ്ങനെ പലയിടത്ത് നിന്നൊക്കെ ആയിട്ട് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പല കമ്മ്യൂണിറ്റിയിലും ത്രെഡിലൊക്കെ വായിക്കാറുണ്ട് ഇങ്ങനെ. പക്ഷേ എനിക്കൊരു പേടി, എങ്ങനെ വാങ്ങിച്ചിട്ട് സാധനം വീട്ടിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നും പറയാനും ഒന്നും പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് അങ്ങനെ പുറത്തുനിന്ന് വെബ്സൈറ്റ്സിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് എന്തായാലും നിങ്ങൾ വാങ്ങിക്കുമെന്ന് ഈ 2 വെബ്സൈറ്റ്സിൽ നിന്ന് അല്ലെങ്കിൽ ഈ 3 വെബ്സൈറ്റ്സിൽ നിന്ന് വാങ്ങിച്ചാലും കുഴപ്പമില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്.